പ്രൈസ് ഗോഡ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ തടവറയിലെ അത്ഭുതത്തെപ്പറ്റി പറയുന്നുണ്ട്. അതായത് പൗലോസും സീലാസും തടവറയിലായിരിക്കുന്ന സമയത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഇതുപോലെ തന്നെ ഈശോയെ സ്തുതിക്കുന്ന ഒരു സംഭവം കൂടി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. അതായത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തീച്ചൂളയിൽ കിടന്ന് 3 യുവാക്കന്മാർ കീർത്തനം ആലപിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ അതരം തുറന്ന് ഹൃദയം തുറന്ന് നമ്മൾ ഈശോയെ സ്തുതിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, പരിശുദ്ധൻ പരിശുദ്ധൻ. അതായത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോ തവണ സ്തുതിക്കുമ്പോഴും ഈശോയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉപവിഷ്ടനാകാനുള്ള ഒരു സിംഹാസനമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് തഴക്കദോഷങ്ങളുണ്ടായിരിക്കും, നമുക്ക് ചില മേഖലകളിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ലായിരിക്കും. നമുക്ക് അങ്ങനെയുള്ള പാപത്തിൻ്റെ തോട്ടുകൾ വരുമ്പം, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പം അധരം തുറന്ന് ഭാഷാവരത്തിലാണെങ്കിൽ ഭാഷാവരത്തിൽ ഈശോയെ നമ്മൾ ആയിരിക്കുന്നിടത്ത് സ്തുതിക്കുക. ഞാനാണെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് പോയിട്ട് എല്ലാ ഫ്ലോർ വഴിയും നടക്കുമ്പോഴത്തേക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം അപ്പം നമ്മുടെ മനസ്സിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം അനുഭവപ്പെടും. കാരണം നമ്മൾ സ്വർഗം തുറന്ന് ഈശോ നമ്മുടെ സ്തുതികളാൽ നിർമ്മിക്കപ്പെട്ട സിംഹാസനത്തിലേക്ക് ആസനസ്ഥനാവുക ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് അവിടെ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഈശോ തന്നെ കണ്ടറിഞ്ഞ് ക്രമീകരിക്കും. അതുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് വിഷമം ഏതൊരവസ്ഥയിലായിരുന്നാലും കർത്താവിനെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് പറ്റാവുന്ന രീതിയിൽ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.